നല്ല പോലെ ശരിക്കും ഇതാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ എടുത്തു വെച്ചിരിക്കുക. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചോണ്ട് വന്നപ്പോഴേ നേരത്തെ എടുക്കുമായിരുന്നു ഞാൻ റോഹനെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നതൊക്കെ. ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്, എന്തായി? ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും ഇതൊക്കെ സംസാരിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ അടുത്ത സാധനം പറയാം. നല്ല രീതിയിൽ പോയി അവനെ പുകഴ്ത്തി കൊണ്ടുവന്നിരുന്ന് സംസാരിച്ചിട്ട് ഊക്കം വാങ്ങിച്ചോണ്ട് വന്നെന്നുള്ളത് കയ്യിൽ പിടിച്ചു പ്രശ്നമാവും. അപ്പൊ റോഹന്റെ കൈ പിടിച്ചു. കുറേ DM വന്നിരുന്നു, മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ചോദിച്ചൊരു കാര്യമാണ് ഇതെന്താണ് ഇത്ര ഇറങ്ങിപ്പോള കാര്യം എന്നുള്ള രീതിയിലേക്ക്. തിരിച്ചു വന്നതും സംസാരിച്ചതും ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള ഒരു പ്രകടനമോ അതൊരു പുരുഷൻ കാണിക്കുമ്പോൾ അത് പ്രശ്നമില്ല. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ ബുള്ളിങ്ങുകളെന്ന് ഞാൻ ഭയക്കുന്നുമില്ല, പേടിക്കുന്നുമില്ല. ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, അവർക്ക് വേണ്ടിയിട്ട് ഒരു കമന്റ് ഇടുന്നവരെ ഒക്കെ ഈ സൈബർ ഇടത്ത് ഭയങ്കരമായിട്ട് ബുള്ളിങ് ഇരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ആ ചർച്ചകളിലേക്ക് പോകണ്ട, ഇനി ആവശ്യമില്ല, ഇനി ആ വിഷയങ്ങളിലേക്ക് പോകണ്ട. അല്ലെ, ഹോട്ട് സീറ്റിൽ റോഹൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം റോഹന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോഹൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ റോഹൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിമർശനം തന്നെയാണ് എൻ്റെ ഇമോഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ സർക്കിളിലൊക്കെ നിൽക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂസിനൊക്കെ പോയിരിക്കുന്നത്, എന്തിനാണ് ദിയ നിങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെരുമാറ്റം കാണിക്കുന്നത്, ഈ ആളുകൾ ഇപ്പം പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നമൊന്നുമല്ലല്ലോ ഉണ്ടായത്, അതൊരു ട്രോക്കിംഗ് ആയിട്ടൊക്കെ വരാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്കോ നമ്മൾ അവരെ മാന്യത കൊടുക്കാതെ റെസ്പെക്ട് കൊടുക്കാതെ ചോദിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ഈ രീതിയിലേ ചോദിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, നമസ്കാരം. തീർച്ചയായിട്ടും മൈൽസ്റ്റോൺ മേക്കേഴ്സ് ദാ തലസ്ഥാന നഗരിയിലാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്നുള്ളത്. മാനവീയ വീതിയിലാണ്. കുറേ ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് വിശേഷങ്ങളായിരുന്നു അല്ലേ, അതിൻ്റെ ചർച്ചകളും എപ്പിസോഡുകളും. ഫൈനലി അതിൻ്റെ പിന്നാലെ കഴിഞ്ഞു, വിന്നറെ കണ്ടു, അതിൻ്റെ സന്തോഷവും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും തിരികെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയതാണ്. അങ്ങനെ നമ്മുടെ മാനവീയ വീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയേറെ മൈൽസ്റ്റോൺ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും അതിൻ്റെ ഒരു അതിഥിയും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റി. സോ കണ്ട സ്ഥിതിക്ക് മിണ്ടാതെ അല്ലേ, രണ്ട് വർത്താനൊക്കെ പറയാതെ എങ്ങനെയാണ് പോവുക എന്നുള്ള രീതിയിലേക്കാണ്. നമസ്കാരം, എന്താണ് എല്ലാവരും വേണ്ടേ? തലസ്ഥാനത്ത് മൈക്ക് വെച്ചിട്ട് ബാക്കി പറയാം. ഇനി മൈക്ക് എടുത്ത് ഊരെറിയരുത് കേട്ടോ. ഒരു പ്ലാനും ഇല്ല. മാനവീയ രീതിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആരെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചായ വാങ്ങിച്ചു തരും. ഇവിടെ അടിപൊളി ചായ കിട്ടുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും ഹോട്ട് സീറ്റ് ഒക്കെ അവസാനിച്ചു, അതെ, സെറ്റ് ആയിരുന്നു. പക്ഷെ ഇതുവരെ പോയ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയി. ബിഗ് ബോസ് നമ്മളുടെ നല്ല പോലെ സത്യത്തിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ ഇങ്ങനെ ചിരിക്കോ അത് മാത്രം വീണ്ടും കണ്ടാൽ അല്ലെ ആ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു. പലപ്പോഴും അതിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് പല പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. ഈ ചേച്ചി വന്നിരുന്നിട്ട് ബാക്കി ഇന്റർവ്യൂടെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ സംഭവം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ എവിടേക്കോ ആ വിവാദങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമില്ല, ഒരു ചായ കുടിക്കാനുള്ള ബന്ധം എന്നുള്ളത് നമുക്കറിയാം. അയ്യോ, അങ്ങനെ ഒരിക്കലും അല്ല. കാരണം ഞാൻ ഈ 10-16 കൊല്ലമായിട്ട് ഞാൻ ഇതുവരെയും ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ മൈനോറിറ്റി സ്പേസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീ സംസാരിക്കുന്നതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എൻ്റെ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള ഒരു പ്രകടനമോ അതൊരു പുരുഷൻ കാണിക്കുമ്പോൾ അത് പ്രശ്നമില്ല. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ ബുള്ളിങ്ങുകളെന്ന് ഞാൻ ഭയക്കുന്നുമില്ല, പേടിക്കുന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കോൺട്രഡിക്റ്റുകൾ വരുമെന്നും നമുക്ക് ആ ചർച്ചകളിലേക്ക് പോകണ്ട, ഇനി ആവശ്യമില്ല, ഇനി ആ വിഷയങ്ങളിലേക്ക് പോകണ്ട. ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പൊതുവിടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആക്രമണകാരം നമ്മൾ പ്രതികരിക്കണമെന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്റെ ഒരു. ഇവിടെ എത്തി ഞങ്ങൾ ആക്ച്വലി കണ്ടുമുട്ടിയത് മാനവീയം കുറെ കേട്ടുള്ള സ്ഥലമാണ്.
പക്ഷെ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ആതിഥേയ നിലയിൽ ഞങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കണേ. ഇവിടെ എന്ന് പറഞ്ഞത് ഇതൊരു 200 മീറ്റർ ഉള്ള വീതിയാണ്. അവിടെ ഇവിടെയും 2 പ്രതിമകളുണ്ട്. ഇത് ഇവിടെ 13 വർഷമായിട്ട് ഞാൻ ഈ കലാ സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ എവിടത്തെ സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ ചോദിച്ചു. തിരുവനന്തപുരത്തിന്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ ഏറ്റവും അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത്, ഏറ്റവും എന്താ പറയാ നല്ല ഒരു ഇടമാണ് ഈ കലാ സാംസ്കാരിക വേദി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതും നമ്മൾ പ്രതിഷേധിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ തന്നെ നിങ്ങൾ വന്ന് പെട്ടു എന്നുള്ളത് അങ്ങനെ കാണാതിരിക്കോ അല്ലേ? അത് ഈ വഴി പാസ് ചെയ്ത്. യെസ്, എനിക്ക് തോന്നുന്നു പലരും ഇതിന്റെ 2ാം ഭാഗം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കുറേ DM വന്നിരുന്നു, മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ചോദിച്ചൊരു കാര്യമാണ് ഇതെന്താണ് ഇത്ര ഇറങ്ങിപ്പോള കാര്യം എന്നുള്ള രീതിയിലേക്ക്. തിരിച്ചു വന്നതും സംസാരിച്ചതും ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി എങ്ങനെ ഒപ്പീനിയൻസ് ഒക്കെ വന്നിരുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റിലത്തെ ഇന്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു I think 5 lakhിൽ പുറത്ത് വ്യൂവേഴ്സ് കണ്ടായിരുന്നു. 2ാമത്തേതിന് 1 lakh ഉള്ളു. ശരിക്കും ഇതാണ് 2ാമത്തെ എപ്പിസോഡ് ഞാൻ എടുത്തു വെച്ചിരിക്കുക. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ എടുക്കുമായിരുന്നു, ഞാൻ റോഹനെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നതൊക്കെ. പക്ഷെ ഇത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹോട്ട് സീറ്റിൽ റോഹൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം റോഹന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോഹൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ റോഹൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിമർശനം തന്നെയാണ് എൻ്റെ ഇമോഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചൊന്നും എക്സ്ട്രാജേറ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും നമ്മൾ അത് ആ എപ്പിസോഡ് ആരും കാണാതെ പോയതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും ഇതിൻ്റെ അടുത്ത വശം അത് തന്നെയാണ്, കണ്ടില്ല എന്നുള്ളൊരു സംഭവം. പിന്നെ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പോകുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിനെ എങ്ങനെ മറുപടി പറയും, ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യും, ഗസ്റ്റ് ഏത് സ്വഭാവത്തിലാണ് ഇരിക്കുന്നത്, അവരുടെ മൂഡ് എന്താണ്, ഇതൊന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാനേ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം പക്ഷെ നമുക്ക് വിഷയങ്ങൾ ഇതാവുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾക്ക് വരുന്ന മറുപടി. ഇതേ രീതിയിൽ 2 വശങ്ങളിലും വന്നിട്ടുണ്ട്. ഒന്ന് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എവിടെയൊക്കെയോ നമ്മൾ അവരെ മാന്യത കൊടുക്കാതെ റെസ്പെക്ട് കൊടുക്കാതെ ചോദിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ഈ രീതിയിലേ ചോദിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ചോദിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ എന്നുള്ള രീതിയിലേക്ക് ചിലവരത് പ്രൊവോക്ഡ് ആവില്ല, ചിലത് ആവും, ഡിപ്പെൻസ്. പക്ഷെ ആരുടെയും പ്രശ്നമില്ല. അല്ല, അങ്ങനെ പോകുന്നില്ല. ചോദ്യങ്ങൾ അതായതുകൊണ്ട് അതേ രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കണം എന്നുള്ളൊരു നിർബന്ധബുദ്ധി ഉണ്ടായിരുന്നു. സോ അതേ രീതിയിൽ ചോദിക്കും. ഏതിലാണ് ഇതിന്റെ ഉള്ളിൽ റോഹന്റേതായിട്ടുള്ള തന്നെ ക്വസ്റ്റ്യൻസും അഭിപ്രായങ്ങളും ഇമോഷൻസും ഒക്കെ ഇല്ലേ? നമുക്ക് പലപ്പോഴും ഇപ്പൊ ആങ്കർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലേക്ക് ഇമോഷണൽ ആയിട്ടുള്ള മാറിയേക്കാം, സാഹചര്യങ്ങൾ വന്നേക്കാം അല്ലെ. ഇപ്പൊ നമുക്ക് പ്രഷർ ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ തോന്നിയേക്കാം. ഒരു ആങ്കർ സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഗസ്റ്റിന്റെ മുമ്പിൽ ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ആ മാന്യത എന്നുള്ള രീതിയിലേക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. അല്ല നമ്മൾ തിരിച്ചെന്നുള്ള രീതിയിലേക്ക് ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് കാണിക്കുന്നതിലോ എവിടെയോ ഒരു ശരിയില്ല എന്നുള്ള തോന്നലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്റെ സർക്കിളിലൊക്കെ നിൽക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനത്തെ ഇന്റർവ്യൂസിനൊക്കെ പോയിരിക്കുന്നത്, എന്തിനാണ് ദിയ നിങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെരുമാറ്റം കാണിക്കുന്നത്, ഈ ആള് ഇപ്പം പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നമൊന്നും അല്ലല്ലോ ഉണ്ടായത്, അതൊരു പ്രൊവോക്കിംഗ് ആയിട്ടൊക്കെ വരാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എൻ്റെതായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടവരില് ഞാനത് എന്തെങ്കിലും ഇപ്പൊ ആക്ടിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിയൽ ആയിട്ടോ വാട്ടെവർ ഇട്ടോ ഞാൻ പ്രതികരിച്ചെങ്കിലും എന്നെ കണ്ട ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ എന്നുള്ളതാണ്. അതേസമയം ഇപ്പം റോഹന്റെ കാര്യത്തിൽ എന്നോട് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ, ഞാൻ പറഞ്ഞ നേരത്തെ കൊടുക്കുന്നത്. അപ്പം റോഹൻ അതുപോലത്തെ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നന്നായി കമന്റ് സംഭവത്തിൽ വരുന്നുണ്ട്. പിന്നെ ചില സമയത്ത് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ചിലത് പറയും അത് ആവശ്യമായിരുന്നു, അത് അങ്ങനെ തന്നെ ചോദിക്കണമായിരുന്നു, അത് ചോദിച്ചു നന്നായി, പിന്നെ എന്നുള്ള രീതിയിലേക്ക് ഈ ഡബിൾ സ്റ്റാൻഡ് കളിക്കുകയാണോ എന്നുള്ളതൊക്കെ കൂടുതൽ സംഭവങ്ങൾ വരുന്നത്, ഉത്തരങ്ങൾ വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വശങ്ങളുണ്ട്. ഒന്നുകൂടെ എന്നുള്ള രീതി നേരത്തെ പറഞ്ഞില്ലേ, ഗസ്റ്റിനെ അവരെ കൂടെ മാനിച്ച് അവരുടെ സൈഡ് കൂടെ ചിന്തിച്ചിട്ട് ചെയ്യണേ എന്നുള്ളത്. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിലൊരു കാര്യം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ബുള്ളിങ്ങിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഫാക്ട് നിലനിൽക്കുന്നത് കൊണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം
കാരണം ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, അവൾക്ക് വേണ്ടിയിട്ട് ഒരു കമന്റ് ഇടുന്നവരെ ഒക്കെ ഈ സൈബർ ഇടത്ത് ഭയങ്കരമായിട്ട് ബുള്ളിങ് ഇരുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചിട്ട് ഇപ്പൊ ജാസ്മിൻ കാരണം എനിക്കൊരു പ്രശ്നം അങ്ങനെ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ വന്ന ഫാക്ട് അതായത് കൊണ്ട് തന്നെ ആ ഒരു ഓഡിയൻസ് ആയിരുന്നു അവിടെ അത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു വിമർശനം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് റീച്ച് ആവാൻ ഭയങ്കര പ്രയാസമാണ്. അതേസമയം ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അത് അങ്ങ് റീച്ച് ആയി. ഇവിടെ പലപ്പോഴും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിനെ ഫോക്കസ് ചെയ്തിട്ട് പോണ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവർക്ക് എതിരെയുള്ളതോ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയോ അതിനെ കൂട്ടുപിടിക്കുകയോ ഒന്നുമല്ല. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു പോയിന്റിനെ രണ്ട് വശങ്ങൾ സംസാരിക്കേണ്ടതുണ്ടായിരിക്കാം. ഗസ്റ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറെ കൂടെ ആധികാരികമായിട്ട് അവർ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ ആ പോയിന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും അല്ലെ. അപ്പോൾ ഒന്നിന് ശരിവെക്കുന്ന പോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കൂടുതൽ വരില്ല. ഓക്കെ, അപ്പൊ അതല്ലാതെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യോ, ഏതെങ്കിലും മത്സരാർത്ഥിക്ക് എതിരായിട്ട് നിൽക്കുകയോ ഒന്നുമല്ല. ഷോയുടെ പാറ്റേണും അതല്ല. ചില കാര്യങ്ങൾ ചോദിക്കേണ്ടത് എപ്പോഴും ഇപ്പം ഓരോ കണ്ടസ്റ്റൻസിനെയും ഇരുത്തിയിട്ട് അവരുടെ കംഫർട്ട് സോണ് നോക്കിയും എന്നാ ചോദിക്കേണ്ടത് ചോദിച്ചും തന്നെയാണ് ഹോട്ട് സീറ്റ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും പലർക്കും ഈ ഷോയുടെ പാറ്റേൺ അറിയില്ലായിരുന്നുകൊണ്ടായിരിക്കും മേ ബി എന്തിനാണ് ചില മത്സരത്തിൽ സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് നിൽക്കണേ എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്റർവ്യൂകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റോഹൻ ഒരിടത്തും ഒരു കണ്ടസ്റ്റന്റിനെയും പർട്ടിക്കുലർ പിടിച്ചു നിർത്തിയിട്ടല്ല ചോദ്യങ്ങൾ ചോദിച്ചും റെസ്പോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ കണ്ടസ്റ്റൻസിനെ അവരവരുടെ കംഫർട്ട് സോണിൽ ഇരുത്തിയിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ പറ്റി ചോദിക്കുമ്പോൾ അതത് വിമർശനങ്ങളും അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വിമർശനങ്ങളും ക്വസ്റ്റ്യൻസുകളാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ പല കണ്ടസ്റ്റന്റ് സപ്പോർട്ടറും ഹേറ്റർ എന്നുള്ള രീതിയിലേക്കുള്ള രണ്ട് ഇതും വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭാഗമാണ് ബാലൻസിങ് ചെയ്തല്ലാതെ റോഹൻ ഇരിക്കാനും പറ്റും. കാരണം റോഹനാണല്ലോ ഷോ നിഷ്പക്ഷത കൊണ്ടുതന്നെ വേണ്ടി വരും. പറഞ്ഞു സൂപ്പർ ആയിട്ടാ, നല്ല അടിപൊളി ഒരു സംഭവമായിരുന്നു ഹോട്ട് സീറ്റ്. നന്നായിട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നൊരു കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ. എടാ കയ്യിൽ പിടിച്ചു പ്രശ്നമാവും. അപ്പൊ റോഹന്റെ കൈ പിടിച്ചു. എടാ കല്യാണമൊക്കെ നടത്തേടാ. എത്ര വയസ്സായെന്നറിയാം. എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന ഒരു മോനുണ്ട്, ഒരു ചെറിയ ചെക്കനുണ്ട്. നിങ്ങൾ ഇത്ര ചെറുപ്പമായി നടക്കുന്ന കാരണം പ്രശ്നം അല്ലേ? കൺസെന്റ് ആണേ, കൺസെന്റ് വാങ്ങിയിട്ടുണ്ട്. കൈ പിടിച്ചു തന്നു പറയരുത്. അങ്ങനെ പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അപ്പു അതേടാ ഭയങ്കര രസമായിരുന്നു സത്യം. ഞാൻ എന്താന്ന് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, എനിക്ക് ആകെ വിഷമം വന്നൊരു കമന്റ്. അതെന്താ വെച്ചാ ഇത് നല്ല രീതിയിൽ പോയി അവനെ പുകഴ്ത്തി കൊണ്ടുവന്നിരുന്ന് സംസാരിച്ചിട്ട് ഊക്കം വാങ്ങിച്ചോണ്ട് വന്നെന്നുള്ളൊരു കമന്റ്. ഇത് മാനസികമായിട്ട് തളർത്തിയാടാ, തളർത്തി. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് പറയണം കേട്ടോ എല്ലാവരും. തീർച്ചയായിട്ടും കാരണം എന്റെ അടുത്ത് വന്നതിന് മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഷോയ്ക്ക് മുമ്പ് എന്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യമായിരുന്നു, കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഷോയെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, മുൻ മത്സരാർത്ഥികളാണെങ്കിലും അതിന്റെ ഒരു പാറ്റേൺ എന്നുള്ളതാണെങ്കിലും. അപ്പൊ കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ എന്നുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറെ കൂടി അല്ലെ, എനിക്കത് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. അത് നിങ്ങൾ കേട്ടു. അതെ, അത് ഞാൻ ബോധ്യപ്പെടുത്തേണ്ട ഒരാളല്ല, എന്നാലും ഞാനത് പറഞ്ഞതാ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം ഇതിനിപ്പോ ഹോട്ട് സീറ്റ് കഴിഞ്ഞു അല്ലേ? അതെ, അത് ഹോട്ട് സീറ്റ് കഴിഞ്ഞേക്കാൾ മുമ്പ് ചോദിക്കുന്ന ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായി? ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും ഇതൊക്കെ സംസാരിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ ആളുകളുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ ഇതുവരെ ഹോട്ട് സീറ്റ് ആയിരുന്നു അങ്ങനെ പറയാന്നുള്ളത്. അതിന്റെ ലാസ്റ്റ് ആ ഫിനാലെ വരുന്നതിന്റെ തൊട്ട് മുമ്പ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഷോ കഴിഞ്ഞിട്ട് വരുന്ന കണ്ടസ്റ്റൻസിന് നമ്മൾ എടുക്കും. പക്ഷേ അതെ, തീർച്ചയായിട്ടും അപ്പു പണിപ്പുരയിലാണ് അതിന്റെ മാസ്റ്റർ പ്ലാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷോയുടെ പാറ്റേൺ നമ്മൾ മാറ്റും. ഹോട്ട് സീറ്റ് എന്നുള്ളതായിരിക്കില്ല, അങ്ങനെ പറയായിരിക്കില്ല. പുതിയൊരു ടൈറ്റിലെ പുതിയൊരു പാറ്റേണിലെ ഞാൻ അവിടെ ഉണ്ടാവുന്ന പോലും എനിക്ക് ഉറപ്പില്ല. നന്ദിയിൽ ഒതുക്കരുത്, ചായയിലും ഒതുക്കരുത് അല്ലേ? ഈ തിരുവനന്തപുരത്തുകാരുടെ ആദിത്യ മര്യാദ എന്താണെന്നുള്ളത് കാണണം. ഭക്ഷണം ഇതൊക്കെ വേണമെന്നാ? തീർച്ചയായിട്ടും. അപ്പൊ അക്കൗണ്ടിൽ പൈസ അതെ വരും. 50,000. യെസ്. അതെ, അപ്പൊ എന്തായാലും മാനവീയ രീതിയിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും വരുന്നത്. ഇവിടെ കുറെ കൂടെ കളറാവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ആ വെയിറ്റിങ്ങിനിടയ്ക്ക് ചേച്ചി ഓഫർ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീയും പിന്നെ അതിന്റെ ഒപ്പം എന്താന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരും ടീ ബ്രേക്കിലോട്ട് പോവാണ്. സോ തിരുവനന്തപുരത്തുകാരുടെ ഒരു ആദിത്യ മര്യാദ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ അല്ലേ? അപ്പൊ പാക്കണം. ബൈ.